നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ ജാലകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. പല വമ്പൻ നീക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. എത്ര ദിവസം കൂടി ഇനി ട്രാൻസ്ഫർ ജാലകം ഓപ്പണായിരിക്കും? നമ്മളതാണ് പരിശോധിക്കുന്നത്. ഓരോ ലീഗിലും ഓരോ സമയക്രമമാണ്, വ്യത്യാസമുണ്ട്. നമ്മൾ ആദ്യം പ്രധാനപ്പെട്ട ലീഗുകൾ നോക്കാം. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ പലരും ഫോളോ ചെയ്യുന്ന MLS അതുപോലെ സൗദി അറേബ്യൻ ലീഗും പോർച്ചുഗീസ് ലീഗും ഒക്കെ നോക്കാം. അപ്പം നമുക്ക് പ്രീമിയർ ലീഗിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പ്രീമിയർ ലീഗിൽ ട്രാൻസ്ഫർ ജാലകം സ്റ്റാർട്ട് ചെയ്തത് ജൂൺ 15 ട്രാൻസ്ഫർ ജാലകം എൻഡ് ചെയ്യുന്നത് ഇന്ത്യൻ സമയമാണ് ഞാൻ പറയുന്നത്, സെപ്റ്റംബർ 2 പുലർച്ചെ 3:30. അത് ബ്രിട്ടീഷ് സമയം പറയുമ്പോൾ സെപ്റ്റംബർ 1 പക്ഷെ നമുക്ക് അതായത് ET പറയുകയാണെങ്കിൽ 6 PM, BST പറയുകയാണെങ്കിൽ 11 PM. അപ്പോൾ നമ്മൾ അതിലേക്ക് പോകുന്നില്ല, ഇന്ത്യൻ സമയം പറയാം. ഇന്ത്യൻ സമയം സെപ്റ്റംബർ 2 പുലർച്ചെ 3:30 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ട്രാൻസ്ഫർ ജാലകം എൻഡാവുക. അപ്പോൾ അതിനിടയ്ക്ക് വേണം ട്രാൻസ്ഫറുകൾ നടക്കാൻ. ഫ്രീ ഏജൻറ്റുമാരുടെ കാര്യമല്ല പറയുന്നത്, മറ്റ് ക്ലബ്ബുകളിൽ കോൺട്രാക്റ്റ് ഉള്ള താരങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അടുത്ത നമുക്ക് അടുത്ത ലീഗ് ലലീഗ നോക്കാം. ലലീഗയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ ട്രാൻസ്ഫർ ജാലകം ഓപ്പൺ ആയത് ജൂലൈ 1 അവിടെ ക്ലോസ് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ സെപ്റ്റംബർ 2 തന്നെയാണ്. ഇന്ത്യൻ സമയം പുലർച്ചെ 3:30, 3:29 പ്രിസൈസായിട്ട് പറഞ്ഞാൽ 3:29 AM അവിടുത്തെ ട്രാൻസ്ഫർ ജാലകം ക്ലോസ് ആവും. അടുത്ത നമ്മൾ ഇറ്റാലിയൻ സീരിയയിൽ ട്രാൻസ്ഫർ ജാലകം ഓപ്പൺ ആയത് ജൂൺ 29 ക്ലോസ് ചെയ്യുന്നത് സെപ്റ്റംബർ 1 ഇന്ത്യൻ സമയം സെപ്റ്റംബർ 1 രാത്രി 11:30. അടുത്ത ബൂണ്ടസ് ലീഗ, ജർമ്മൻ ബൂണ്ടസ് ലീഗയിൽ ട്രാൻസ്ഫർ ജാലകം ഓപ്പൺ ആയത് ജൂലൈ 1 അത് അവിടെ ക്ലോസ് ചെയ്യാൻ പോകുന്നത് ഓഗസ്റ്റ് 31 ഇന്ത്യൻ സമയം രാത്രി 11:30 അത് ക്ലോസ് ചെയ്യാൻ പോകുന്നത്. ഇനി ലീഗ് 1 ആണുള്ളത്. ലീഗ് 1 കാര്യത്തിൽ അത് ട്രാൻസ്ഫർ ജാലകം ഓപ്പൺ ആയത് ജൂലൈ 1 ക്ലോസ് ചെയ്യുന്നത് ഓഗസ്റ്റ് 31 രാത്രി ഇന്ത്യൻ സമയം 11:30. ഇതാണ് പ്രമുഖ ലീഗുകളിലെ സമയക്രമം. ഇനി MLS ഉണ്ടല്ലോ, MLS ഇത് സെക്കൻഡറി വിൻഡോ ആണ്. ജൂലൈ 13 ആരംഭിച്ചതാണ്, സെപ്റ്റംബർ 2 വരെ നീണ്ടു നിൽക്കും. മെക്സിക്കോയിൽ ലിഗ MX പല പ്രധാന താരങ്ങളൊക്കെ ട്രാൻസ്ഫർ ആവാറുണ്ട്. മെക്സിക്കോയിൽ ജൂലൈ 2 മുതൽ സെപ്റ്റംബർ 11 വരെയാണ്. നെതർലൻഡ്സ് ഡച്ച് ലീഗിലേക്ക്, എറേഡിവിസിയിലേക്ക് താരങ്ങൾ ട്രാൻസ്ഫർ ആവാറുണ്ടല്ലോ. അപ്പോൾ ഡച്ച് ലീഗിൽ ജൂൺ 22 ഓപ്പൺ ആയതാണ്, ക്ലോസ് ചെയ്യപ്പെടുന്നത് സെപ്റ്റംബർ 2. പോർച്ചുഗീസ് ലീഗിലേക്ക് ജൂലൈ 1 അവിടെ ട്രാൻസ്ഫർ ജാലകം ഓപ്പൺ ആയത്, അത് ക്ലോസ് ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ 15. സൗദി അറേബ്യൻ ലീഗ്, സൗദി പ്രോ ലീഗ് ജൂലൈ 22 അവിടുത്തെ ട്രാൻസ്ഫർ ജാലകം ഓപ്പൺ ആയത്. ഒക്ടോബർ 12 വരെയാണ് ട്രാൻസ്ഫർ ജാലകം തുറന്നിരിക്കുക. തുർക്കിയെ ലീഗ് ഇപ്പോൾ വളരെ വലിയ രൂപത്തിൽ വമ്പൻ താരങ്ങളൊക്കെ നോട്ടമിടുന്ന ലീഗാണ്. സലായൊക്കെ അങ്ങോട്ട് പോയി. തുർക്കിയ ലീഗ് ജൂൺ 22 അവരുടെ ട്രാൻസ്ഫർ ജാലകം ഓപ്പൺ ആയത്. സെപ്റ്റംബർ 4 വരെയാണ് അതിൻ്റെ സമയമുള്ളത്. ഇതാണ് പ്രമുഖ ലീഗുകളുടെ ട്രാൻസ്ഫർ ജാലകം അവസാനിക്കുന്ന തീയതികൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.